5 മിനിറ്റ് കൊണ്ട് ഏതൊരാൾക്കും ഇനി ഹിന്ദി സംസാരിക്കാം. പാർട്ട് 2ലേക്ക് സ്വാഗതം. ഓക്കെ, സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഇനി ബാക്കിയുള്ളത് സ്വന്തം വയസ്സ് പറയലാണ്. അല്ലേ, പേരും നമ്മുടെ സ്ഥലമൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി എൻ്റെ വയസ്സ് ഞാൻ പറയാം. എൻ്റെ വയസ്സ് 50 എങ്ങനെ പറയണം? മേ 50 साल का हूँ എന്ന് പറയാം. നെജില പറയുകയാണെങ്കിലോ നിങ്ങളുടെ വയസ്സ് പറയൂ. മേ 24 साल की हूँ. ഓക്കെ, മറ്റൊരാൾ പറയുന്നു എനിക്ക് 30 വയസ്സായി. मैं 30 साल का हूँ. ഒരാൾ പറയുന്നു എനിക്ക് 20 വയസ്സായി. मैं 20 साल का हूँ. ഓക്കെ, ഇങ്ങനെയാണ് പറയേണ്ടത്. ഇനി രണ്ടാമതായിട്ട് ഞാൻ വിവാഹിതനാണ് എങ്ങനെ പറയണം? ഞാൻ വിവാഹിതനാണ് എങ്ങനെ പറയാം? വിവാഹിതൻ എന്നതിന് നമുക്കൊരു ഹിന്ദി വാക്കുണ്ട്, ഷാദിശുദ എന്നാണത്. അപ്പൊ നമുക്ക് ഞാൻ വിവാഹിതനാണ്, മേ ഷാദിശുദ ഹൂ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നെജില പറയാൻ ഞാൻ വിവാഹിതയല്ല എങ്ങനെ പറയാം? മേ ഷാദിശുദ നഹി ഹൂ. ഞാൻ വിവാഹിതയാണ് എന്ന് മേ പറയും. ഷാദിശുദ ഹൂ. ഓക്കെ, ചിലർക്ക് പറയാറുണ്ട് ഞാൻ സിംഗിൾ ആണെന്ന് പറയും. അങ്ങനെ പറയാം. മേ സിംഗിൾ ഹൂ. ഞാൻ ബാച്ചിലർ ആണ്. മേ എക് ബാച്ചിലർ ഹൂ. അത് ഇംഗ്ലീഷ് വേർഡ് തന്നെ പറഞ്ഞാൽ മതി. അതെ അതെ, അവിടെയൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാക്കുകൾ തന്നെ ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഞാൻ താമസിക്കുന്നത് ദുബായിലാണ് എങ്ങനെ പറയണം? മേ ദുബായ് മേ രഹത്താ ഹൂ. സാർ ഒരു പുരുഷനായതുകൊണ്ടാണ് മേ ദുബായ് മേ രഹത്താ ഹൂ. സ്ത്രീ ആണെങ്കിൽ മേ ദുബായ് മേ രഹത്തെ ഹൂ. ഓക്കെ, മേ ദുബായ് മേ രഹത്താ ഹൂ. ഓക്കെ, ഞാൻ താമസിക്കുന്നത് കാലിക്കറ്റിലാണ്. മേ കാലിക്കറ്റ് മേ രഹത്താ ഹൂ. ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. മേ ദില്ലി മേ രഹത്താ ഹൂ. ഓക്കെ, അങ്ങനെ എവിടെയാണോ താമസിക്കുന്നത്. അപ്പൊ ലേഡി പറയുമ്പോൾ സഹോദരി പറയുമ്പോൾ എങ്ങനെ പറയണം? രഹത്തി ഹൂ എന്ന് വേണം പറയാൻ. മേ കാലിക്കറ്റ് മേ രഹത്തി ഹൂ. ഓക്കെ, ഞാൻ ജോലി ചെയ്യുന്നത് ഖത്തറിലാണ്. ഞാൻ ജോലി ചെയ്യുന്നത് ഖത്തറിലാണ്. മേ ഖത്തർ മേ കാം കർത്താ ഹൂ. പുരുഷനാണെങ്കിൽ. സ്ത്രീ ആണെങ്കിൽ മേ ഖത്തർ മേ കാം കർത്തി ഹൂ. ഓക്കെ, ഞാൻ കാലിക്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. മേ കാലിക്കറ്റ് മേ കാം കർത്താ ഹൂ. ഓക്കെ, സ്ത്രീ പറയുമ്പോൾ എങ്ങനെ പറയണം? മേ കാലിക്കറ്റ് മേ കാം കർത്തി ഹൂ. യഥാർത്ഥത്തിൽ വളരെ സിമ്പിളാണ്, പക്ഷെ ഇതൊന്നും കൃത്യമായി പറഞ്ഞ് പരിശീലിച്ച് യഥാർത്ഥത്തിൽ ഇത് വളരെ സിമ്പിളാണ്. ഇതൊന്നും പറഞ്ഞ് നാവിൽ ലളിതമാവാതെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾക്കിപ്പോൾ ദുബായിൽ ഒരു വല്ലാത്തൊരു സാഹചര്യമുണ്ട്. പലരും ദുബായിൽ ജോലി ചെയ്യും, ഷാർജയിൽ താമസിക്കും. അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ പറയാം. ഞാൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത്, ഷാർജയിലാണ് താമസിക്കുന്നത്. പറയാമോ? मैं दुबई में काम करता हूँ लेकिन मैं ഷാർജ में रहती हूँ. ലേക്കിൻ എന്ന് പറയാം, എന്നാൽ. ഓക്കെ, അപ്പൊ ഞാൻ കാലിക്കറ്റിലാണ് ജോലി ചെയ്യുന്നത്, ഞാൻ താമസിക്കുന്നത് മലപ്പുറത്താണ്. എങ്ങനെ പറയണം? मैं കാലിക്കറ്റ് में काम करता हूँ लेकिन मैं മലപ്പുറം में रहती हूँ. ഓക്കെ, ഒന്ന് സ്ത്രീ പറയുന്ന രീതിയിൽ പറയാമോ? मैं കാലിക്കറ്റ് में काम करती हूँ लेकिन मैं മലപ്പുറം में रहती हूँ. ഓക്കെ, നമ്മളിപ്പോൾ സെൽഫ് ഇൻട്രോയിൽ നമ്മൾ ഇത്രയും വിശദമായി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെയും രണ്ടാമത്തെ എപ്പിസോഡിൽ പേര് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, ഞാൻ സയ്യിദാണ്. मैं सईद हूँ. ഞാനൊരു ടീച്ചറാണ്. मैं एक टीचर हूँ. ഞാൻ കേരളത്തിലാണ്. मैं केरल से हूँ. ഞാൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. मैं दुबई में काम करता हूँ. എനിക്ക് 50 വയസ്സാണ്. मैं 50 साल का हूँ. ഞാൻ വിവാഹിതനാണ്. मैं शादीशुदा हूँ. ബഹുത് അച്ഛാ ഹോ ഗയാ. ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു നോക്കുക. ഈ രീതിയിൽ ആർക്കും ഹിന്ദി വളരെ എളുപ്പത്തിൽ പറയാൻ സാധിക്കും. നിങ്ങളിതിൽ ഓരോന്നും പറഞ്ഞു നോക്കൂ. ഇവിടെ ആളുകൾക്ക് സാധാരണ ഉണ്ടാകുന്ന 3 സംശയമാണ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമ്പർ 1, നമ്മൾ പറയുന്ന സമയത്ത് എന്താക്കാൻ പാടില്ല? മേ എന്ന് പറയുമ്പോൾ എന്ത് പറയണം? ഹൂ എന്ന് മാത്രം പറയുക. മേര എന്ന് പറയുമ്പോൾ ഹേ എന്ന് പറയുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മളൊരു വാക്കിൻ്റെ അവസാനത്തിൽ കർത്തിയും കർത്താവും, ഈ ഒരു രീതിയും നമ്മുടെ ആളുകൾക്ക് സംശയമുള്ള സംഗതിയാണ്. ഇതൊക്കെയും നമ്മൾ കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് ഹിന്ദിക്കാരെ പോലെ സംസാരിക്കുവാൻ ഇത്തരം വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരെ ഖുദാഫിസ്.